ഇടത് വലത് മുന്നണികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് അൻവറിന് ആകെ ലഭിക്കാൻ പോകുന്നത് വെറും 2000 വോട്ടെന്നാണ്. പക്ഷേ ഈ 3 റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ അൻവറിന് 6000 വോട്ടിലധികം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അൻവറാണോ യഥാർത്ഥ വിജയി? നിലമ്പൂരിൽ വിജയിച്ചിരിക്കുന്നത് അൻവറാണ്. ഈ ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ BJP ഏതാണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ്. ഇത് ശരിക്കും അൻവർ തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ 2000 വോട്ടൊക്കെ പിടിക്കുകയുള്ളൂ, അത് തന്നെ അൻവറിൻ്റെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് ഓരോ ഘട്ടം കഴിഞ്ഞപ്പോൾ അൻവർ അങ്ങ് കയറിപ്പോയി. ഇത് പക്ഷേ ലീഗ് മനസ്സിലാക്കി. ലീഗിനറിയാം അൻവർ നല്ല പോലെ വോട്ട് പിടിക്കുന്നു. അതുകൊണ്ടാണ് ലീഗ് അവിടെ രാപ്പകൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുള്ള പ്രവർത്തനം നടത്തിയത്. എനിക്ക് തോന്നുന്നു ഷൗക്കത്തിൻ്റെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഔദ്യോഗികമായ ഒരു വിജയം ഉണ്ടായിക്കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടാൻ പോകുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. കാരണം അൻവറിൻ്റെ വോട്ട് ഏതെല്ലാം വഴിക്ക് ചോരും എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം. ഏതൊക്കെ രീതിയിൽ അൻവർ വോട്ട് പിടിക്കും. ഇപ്പം UDF കിട്ടേണ്ട വോട്ടുകൾ ആണല്ലോ ഇപ്പം അൻവറിലേക്ക് പോയിരിക്കുകയല്ലേ. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് വലിയ രീതിയിൽ അൻവറിലേക്ക് വോട്ട് ചോദിച്ചത്. വഴിക്കടവ്, മൂത്തേടം. ഈ മൂത്തേടം എന്ന് പറയുന്നത് ലീഗ് കേന്ദ്രമാണ്. അവിടെ കയറി അൻവർ ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയും ഇത് ഈ സതീശൻ എന്തായാലും ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഷൗക്കത്ത് വിജയിച്ചാലും ഇല്ലെങ്കിലും. UDFന്റെ ഭൂരിപക്ഷം അവരുടെ കണക്കുകൂട്ടലെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 12000 മുതൽ അങ്ങോട്ടാണ്. അത് 20000 വരെ എത്തും എന്നുള്ള ഒരു ഉറച്ച കണക്കുകൂട്ടലായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഇവർ കണ്ടിരുന്നത് വഴിക്കടവും മൂത്തേടവും തന്നെയാണ്. ഈ വഴിക്കടവ് എണ്ണുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷം എത്ര എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം ഇവർക്ക് മുമ്പോട്ടുള്ള കാര്യം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വഴിക്കടവിൽ അവർക്ക് വേണ്ടത്ര ഭൂരിപക്ഷം കിട്ടാതെ പോയി. അത് ആര് കൊണ്ടുപോയി? അൻവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതാണ് അവർക്ക് അവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത്. ഇപ്പൊ ഭൂരിപക്ഷം വിചാരിച്ചെടുത്ത് UDF വലിയ രീതിയിൽ തന്നെ അൻവറിനെ വില കുറച്ച് കണ്ടിരുന്നു. അതാണ് അല്ലേ ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നത്. അൻവറിനെ വില കുറച്ച് കാണുന്നതിനുപരി അൻവറിന്റെ ഈ ബാർഗെയിനിങ് ആണ്. അതങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അൻവർ നല്ല പോലെ ബാർഗെയിൻ ചെയ്യും. അത് ഇവർക്ക് താങ്ങാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം ഈ സതീശൻ്റെ ഇനി ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഈ ഭൂരിപക്ഷം കുറഞ്ഞതിൽ. പക്ഷേ ഏതായാലും തോൽവിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഷൗക്കത്ത് ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്ന മട്ടിലാണ് നിൽക്കുന്നത്. അത് തോൽവി ആയിരുന്നുവെങ്കിൽ, UDF അടിപതറിയിരുന്നുവെങ്കിൽ അൻവർ ഇത്രത്തോളം വോട്ടും പിടിച്ചു കഴിഞ്ഞാൽ സതീശന് ജനകീയ വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അല്ലെ, ഈ സാഹചര്യത്തിൽ വോട്ടെണ്ണുകയാണെങ്കിൽ എന്തായാലും 10000-ന് പുറത്തേക്കാണ് വോട്ട്. ഇപ്പോൾ തന്നെ 6000 ആയിട്ടുണ്ട്. അതെ, ഇനി എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ അത് 10000-ലേക്ക് പുറത്തു പോകുമ്പോൾ അൻവറിന്റെ 2000 വോട്ട് എത്രത്തോളം വർദ്ധിച്ച് അദ്ദേഹത്തിന് നിലമ്പൂരിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് ഇതിലൂടെ തെളിയുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം മനസ്സിലായോ? അൻവർ പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ വലിയ വീരവാദമായിട്ട് കാണുകയൊക്കെ ചെയ്തു. അൻവർ പറയുകയുണ്ടായി, ഞാൻ ജയിക്കും. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അൻവർ ജയിക്കുമെന്നുള്ള മട്ടിൽ തന്നെയാണ്. ഞാൻ നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് നടന്നു വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വെറും ഒരു വീരവാദമായിട്ട് മാത്രമേ നമ്മളതിനെ കണ്ടുള്ളൂ, തമാശയായിട്ടേ കണ്ടുള്ളൂ. ഇത്രയും വോട്ടിലേക്ക് പോകുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട്. അൻവർ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ തന്നെ നിന്നുകൊണ്ടുള്ള നിലമ്പൂർ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഇസ്രായേലും ഇറാനും ഗാസയും ഒന്നും അല്ല ചർച്ച ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. പിന്നെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നന്നായിട്ട് അൻവറിന് പിന്നിലുണ്ട്. നമ്മുടെ കണ്ണിലാണ് അൻവർ വെറും കച്ചവടക്കാരനാണ്, ധാർഷ്ട്യമുള്ളവനാണ് എന്നൊക്കെ പറയുന്നത്. അൻവർ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അത് പലതും പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2021 വന്നിട്ട് 2700 വോട്ടല്ലേ ഭൂരിപക്ഷം കിട്ടിയത്. അത് CPMന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ഈ പിണറായിസത്തിനെതിരായിട്ടുള്ള വോട്ട് രണ്ടായിട്ട് ചിതറിപ്പോയി. അത് അൻവറിലേക്കും പോയി, UDFിലേക്ക് ഷൗക്കത്തിലേക്കും പോയി എന്നുള്ളതാണ്. ഇവിടെ BJPക്ക് എന്ത് പറ്റി എന്നുള്ളത് ഇനിയിപ്പോൾ നോക്കിക്കോ വലിയ ചർച്ചാ വിഷയമായി മാറും. കഴിഞ്ഞ BJP മലയോര പ്രദേശങ്ങളിൽ നിന്ന് വലിയ വോട്ട് പ്രതീക്ഷിച്ചാണ് ആ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. പക്ഷേ ആ സ്ഥലങ്ങളിലെല്ലാം എത്രത്തോളം കടന്നു കയറാൻ കഴിഞ്ഞു എന്നത് വലിയ രീതിയിൽ സംശയമാണല്ലോ. മലയോര മേഖല, ക്രൈസ്തവ വോട്ടുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു.
ഇത് തുടക്കത്തിലെ തന്നെ അവിടെ ഒന്ന് വേണ്ട എന്നുള്ള ഒരു മനസ്സില്ലാ മനസ്സോടെയാണല്ലോ അവിടെ ഇറങ്ങിയത്. അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേരിടൽ ആവശ്യമാണ്. അതുകൊണ്ട് നിന്നു. അല്ലാതെ ബി ജെ പിക്ക് കേരളത്തിൽ ഇനി ഇത് വെച്ച് ബി ജെ പിക്ക് കേരളത്തിൽ വളർച്ചയില്ല എന്ന് അഭിപ്രായം ആയിട്ട് ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ കാരണം നിലമ്പൂരും ഇതൊക്കെ നമുക്കറിയാം, ഇത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇത് അധികം വൈകാതെ തന്നെ ഇതങ്ങ് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമായിട്ട് മാറും. അവർ ഏറ്റെടുക്കും. ആര്യാടൻ മുഹമ്മദ് ഇരിക്കുന്ന കാലത്ത് അത് നടന്നിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് മുസ്ലിം ലീഗും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടത് നടന്നില്ല. പക്ഷെ ഇനി ഇതിലേക്ക് പോകും. കാരണം ഇവിടെ മുഴുവൻ സമയ വിജയം ലീഗ് ഒരല്പം അഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ അതെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാവിയിൽ എന്തായാലും മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവർ ആവശ്യപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലം നിലമ്പൂരായിരിക്കും. ഇത് ബാർഗെയിനിങ്, ഈ ലീഗിനെയൊക്കെ ഒതുക്കാൻ എന്നുള്ള രീതിയിലാണ് സതീശൻ നോക്കിയത്. പക്ഷേ ലീഗ് വളരെ ഒരു ഉറച്ച ഒരു ഇതോടുകൂടി അവിടെ മണ്ഡലത്തിൽ നിന്നു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്നൊരു ക്യാമ്പയിൻ മാനേജരായിട്ടാണല്ലോ പ്രവർത്തിച്ചത്. നോട്ടിഫിക്കേഷൻ വന്നത് അടുത്ത ദിവസം മുതൽ പോളിംഗ് അവസാനിക്കുന്ന നിമിഷം വരെയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1000-ലധികം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്തു. UDF അകത്തുണ്ടായിട്ടുള്ള ചില തർക്കങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിൽ ലീഗ് മുൻകൈ എടുത്തു. അപ്പോൾ അവിടെയൊക്കെ ലീഗിൻ്റെ മേൽക്കൈയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അൻവറിന് കിട്ടിയ വോട്ട് ഏതാണ്ട് ഒരു നല്ല പങ്കും UDF കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഇതിൽ നിന്ന് ഇനിയിപ്പോൾ LDF എങ്ങനെ വിലയിരുത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, അവർ എല്ലാ കാലത്തും പറയാൻ സാധ്യതയുള്ളത് അത് UDF അനുകൂലമായ ഒരു മണ്ഡലമാണ്. പരമ്പരാഗതമായി തന്നെ UDF മണ്ഡലത്തിൽ അൻവറിലൂടെ ഞങ്ങൾ പിടിച്ചെടുത്തു. ഇപ്പോൾ അൻവർ പോയപ്പോൾ പരാജയപ്പെട്ടു. പിന്നെ പറയും ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ടാണ് നഷ്ടപ്പെട്ടത്. തോറ്റു എന്നുള്ളത് പറയത്തില്ല, ഇത്ര ശതമാനം വോട്ട് മാത്രമേ അവിടെ പോയുള്ളൂ, മുൻകാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് ലീഗിൻ്റെ അധ്വാനവും അൻവറിൻ്റേതായിട്ടുള്ള അൻവർ കുറേ വോട്ട് പിടിച്ചു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നതല്ലേ. അൻവറിൻ്റെ നല്ല രീതിയിൽ അൻവർ ഇനി ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല പഞ്ചായത്തുകളും അൻവറിൻ്റെ അധീനതയിൽ വരികയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകങ്ങളിലാണ് ലീഗിൻ്റെ കേന്ദ്രത്തിലെ വോട്ടുകൾ പോലും അൻവറിന് അനുകൂലമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായ വോട്ട് അവിടെ രണ്ടായിട്ട് മാറി എന്നുള്ളതാണ്. അത് ഷൗക്കത്തിലേക്കും പോയി, അൻവറിലേക്കും പോയി. പിന്നെ പിണറായി സത്തിനെതിരായിട്ടുള്ള വോട്ട് അത് അൻവറിനും വന്നു, ഷൗക്കത്തിനും വന്നു. കാരണം പിണറായി സത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ അൻവർ ഇറങ്ങി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മണ്ഡലത്തിലെ 2 തവണ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു MLA എന്നുള്ള രീതിയിൽ അൻവറിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ട് താനും. അപ്പോൾ എന്തായാലും അൻവറിനെ ഇനി UDF തള്ളുമോ കൊള്ളുമോ എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാകും. അതിൻ്റെ പേരിൽ UDF-നകത്തൊരു കലഹം രൂപപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.